രാജധാനിയിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ഒരു ദിവസം എല്ലാം ഉപേക്ഷിച്ചു. ശിവ, അവൾക്ക് വേണ്ടത് ഒരു രാജാവിനെയല്ല, ശിവനായിരുന്നു. കുട്ടിക്കാലം മുതൽ അവൾ ശിവനെ ഭർത്താവായി കണ്ടു. അവൾക്ക് മറ്റൊരാൾ വേണ്ടിയിരുന്നില്ല. സമൂഹം അവളെ മനസ്സിലാക്കിയില്ല. പക്ഷേ ഒരാൾ അവളെ ശ്രദ്ധിച്ചു. അവളുടെ സൗന്ദര്യം രാജാവിനെ ആകർഷിച്ചു. പക്ഷേ അവളുടെ ഹൃദയം ഇതിനകം മറ്റൊരാളുടേതിരുന്നു. വിവാഹ പ്രസ്താവം. രാജാവിന്റെ വിവാഹം. അവൾ ചിരിച്ചില്ല, കരഞ്ഞുമില്ല. ആ രാത്രി അവൾ ശിവനോട് പ്രാർത്ഥിച്ചില്ല. അവൾ ഒരു ചോദ്യം ചോദിച്ചു. എന്റെ ഭർത്താവ് ആരാണ്? രാജാവോ നീയോ? നക്ഷത്രങ്ങൾക്കിടയിൽ അവൾ ചോദിച്ചു. ഇതെന്റെ വഴിയാണോ, അല്ലെങ്കിൽ ഞാൻ തെറ്റായ സ്വപ്നം പിന്തുടരുകയാണോ? വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ചിരിയും നിറങ്ങളും എല്ലാം ചുറ്റും നിറഞ്ഞു. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരാൾ മാത്രം. അലങ്കാരങ്ങൾ അവളുടെ ശരീരത്തിൽ ചേർന്നു. സ്വർണം, മുത്ത്, കുങ്കുമം. പക്ഷേ അവളുടെ ആത്മാവ് ഇവയെ ഒന്നും സ്വീകരിച്ചില്ല. അഗ്നിയുടെ മുന്നിൽ അവൾ ഇരുന്നു, ഒരു രാജ്ഞിയായി. പക്ഷേ ഈ അഗ്നി സാക്ഷിയാകുന്നത് വിവാഹത്തിനോ അവളുടെ ഉള്ളിലെ യുദ്ധത്തിനോ? അഗ്നിയിൽ പ്രതിഫലിച്ചത് അവളുടെ തീരുമാനമല്ല, അവളുടെ വേദന. അവൾ രാജധാനിയിലേക്ക് പ്രവേശിച്ചു, ഒരു രാജ്ഞിയായി. പക്ഷേ അവളുടെ ഹൃദയം ഇതിനകം തന്നെ മറ്റൊരിടത്തായിരുന്നു. സ്വർണഭിത്തികൾക്കിടയിൽ അവൾക്ക് ലഭിച്ചത് രാജ്യമല്ല, ശൂന്യത മാത്രം. കണ്ണാടിയിൽ അവൾ കണ്ടത് ഒരു രാജ്ഞിയല്ല, ഒരു തിരയുന്ന ആത്മാവൊന്ന്. പക്ഷേ അവൾ എന്താണ് തിരയുന്നത്? അവൾ വചനങ്ങൾ എഴുതാൻ തുടങ്ങി. ശിവനെക്കുറിച്ച്. ഒരു ദേവനെ പോലെയല്ല, ഒരു പ്രണയിയെ പോലെ. രാജാവ് അവളെ സ്വന്തമാക്കി, ശരീരമായി. പക്ഷേ അവളുടെ ഹൃദയം ഇതിനകം തന്നെ മറ്റൊരാൾക്കായിരുന്നു. അവൾ തലകുനിച്ചു, മര്യാദയായി. പക്ഷേ സമർപ്പിച്ചത് ശിവനോട് മാത്രം. ചന്ദ്രപ്രകാശത്തിൽ അവൾ നിൽക്കുമ്പോൾ രാജധാനി അകലെയായിരുന്നു. ഒരു കണ്ണീർ തുള്ളി വീണു. അത് ദുഃഖത്തിൻ്റെതല്ല, അത് ആഗ്രഹത്തിൻ്റെത്. രഹസ്യമായി അവൾ ശിവനെ ആരാധിച്ചു. രാജ്ഞിയായിട്ടും ഭക്തയായി. ഒരു അലങ്കാരം അവൾ നീക്കി. അതൊരു സ്വർണഹാരം മാത്രമല്ലായിരുന്നു, ഒരു ബന്ധനവുമായിരുന്നു. ആഘോഷങ്ങൾക്കിടയിൽ അവൾ ഒറ്റപ്പെട്ടിരുന്നു. ശബ്ദത്തിനിടയിൽ മൗനം. സൂര്യാസ്തമയത്തിന്റെ നിറത്തിൽ അവളുടെ തീരുമാനവും വളർന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ സംശയമില്ല, ഒരു ദിശ മാത്രം. അവൾ പിടിച്ചു നിർത്തിയത് ഒരു രാജകീയ അലങ്കാരമല്ല, ശിവന്റെ നാമം. ഇനി അവൾ തിരിഞ്ഞു നോക്കിയില്ല. രാജധാനി പിന്നിലായി. അവളുടെ വഴി ശിവനിലേക്കായിരുന്നു. രാജധാനിയുടെ നടുവിലിരുന്നിട്ടും അവളുടെ ഹൃദയം ശൂന്യമായിരുന്നു. ഈ ആഭരണങ്ങൾ എന്നെ ആരാക്കി മാറ്റി? രാജാവിന് അവൾ ഒരു രാജ്ഞിയായിരുന്നു. പക്ഷേ അവൾക്ക് അവൻ ആരായിരുന്നു? ചന്ദ്രപ്രകാശം പോലും അവൾക്ക് ശിവനെ ഓർമ്മിപ്പിച്ചു. എനിക്ക് ഭർത്താവായി വേണ്ടത് ചെന്ന മല്ലികാർജുനൻ മാത്രം. ഈ ബന്ധങ്ങൾ എനിക്കെപ്പോഴും ബന്ധനമാണ്. രാജാവിന് അവളുടെ മൗനം അപമാനമായി തോന്നി. പക്ഷേ അവൾക്ക് ഭയമില്ലായിരുന്നു.
വേദനയുണ്ടായിരുന്നു, പക്ഷേ പാശ്ചാത്താപമില്ല. ഈ ജീവിതം അവളുടേതല്ല. ഓരോ വാക്കും ഒരു പ്രാർത്ഥനയായിരുന്നുള്ളൂ. അവളുടെ ദൈവഭക്തി രാജാവിനെ അസ്വസ്ഥനാക്കി. ഒരു ദിവസം അവൾ ആ തീരുമാനമെടുത്തു. ഈ പൊൻചങ്ങലകൾക്ക് എന്റെ ആത്മാവിനെ ബന്ധിക്കാൻ കഴിയില്ല. എന്റെ സ്വാതന്ത്ര്യം എന്റെ ഭക്തിയിലാണ്. ക്രോധം അവന്റെ ആയുധം, മൗനം അവളുടെ ആയുധം. ശിവൻ മാത്രം അവളുടെ സത്യമായിരുന്നു. പ്രകൃതി പോലും അവളുടെ ഉള്ളിലെ കൊടുങ്കാറ്റ് പോലെ. ഈ വേഷം എനിക്കൊരു ഭാരമായി. ഇതെന്റെ ശരീരം മറച്ചാലും എന്റെ സത്യം മറക്കില്ല. എന്റെ രാജ്ഞി എന്ന പദവി ഇന്ന് അവസാനിക്കുന്നു. എനിക്ക് വേണ്ടത് രാജ്യമല്ലാന്ന് ഭയം ഇപ്പോഴവളെ വിട്ടുപോയി. ഇന്ന് ഒരു ജീവിതം അവസാനിക്കുന്നു. അവൾ പുറത്തേക്ക് നടന്നു. രാജധാനി വളരെ പിന്നിട്ടു. ഇന്നു മുതൽ അവൾ ശിവന്റെ വധുവാണ്. രാജകീയ വേഷം ഇനി എന്റെ തല്ല. ഞാൻ വസ്ത്രമഴിക്കുന്നില്ല, തിരിച്ചറിവ് അഴിക്കുന്നു. ഈ ശരീരം ഒരു ആവരണം മാത്രം. എന്റെ ലജ്ജ മനുഷ്യരോടല്ല, അവൾക്കിനി മറയ്ക്കാനൊന്നുമില്ല. കാരണം ലോകം മറയ്ക്കാൻ ശ്രമിച്ചതെല്ലാം അവൾ ഇതിനകം തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു. സമൂഹം വിറച്ച്. അവർ കണ്ടത് ഒരു സ്ത്രീയെയല്ല, ഒരു വിപ്ലവത്തെയായിരുന്നു. പക്ഷേ ചിലർ അവളിൽ ദൈവത്തെ കണ്ടു. ഇതോട്ടമല്ല, ഒരു ആത്മാവിന്റെ വിമോചനം. ഇത് മോചനമാണ്. ശരീരം മനുഷ്യന്റേതാണ്, ആത്മാവ് ശിവന്റേതാണ്. അവൾ സമൂഹത്തിന്റെ നിയമങ്ങൾ തകർത്തില്ല, പക്ഷേ അവയെ മറികടന്നു സ്വന്തം വഴിയിലൂടെ നടന്നു. അവൾ സമൂഹത്തിന്റെ അതിർത്തികൾ കടന്നുപോയി. രാജ്യം പിന്നിൽ വിട്ട് അവൾ കാടിലേക്ക് കടന്നു. ശരീരം വേദനിച്ചു, പക്ഷേ ആത്മാവ് സ്വതന്ത്രമായി.